നമ്മളൊരു കസ്റ്റമറേ ഒരു വർഷമായിട്ട് ഇതുമ്പോൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ നമ്മൾ മെഷീൻ വിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ജനറൽ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് കസ്റ്റമർക്ക് മെഷീൻ കൊടുക്കുന്നത്. പക്ഷേ ചില സമയത്ത് ചില ആൾക്കാരത് മറന്നു പോവുക വിട്ടു പോവുകയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ചെയിൻസോൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സർവീസ് ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു അവയർനെസ് ആയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് ഡ്രം ഈ ഭാഗം ഇതിനകത്ത് ഈ കവർ ഉണ്ടാവും. ക്ലച്ച് ഡ്രം ഈ ഭാഗം പരിസരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ ചിലവർ ഈ ഭാഗം വൃത്തിയാക്കും, ഇത് അഴിക്കാതെ ഇത് മാത്രം വൃത്തിയാക്കും, എയർ ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യും, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെ അഴിക്കുക എന്നുള്ളതാണ്. അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ബ്രേക്ക് ഇടുക, അതിന് ശേഷം ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ തിക്കി കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞ് വരും. അതിന് ശേഷം ഈ വാഷർ അഴിക്കുക, എന്നിട്ട് ഇത് ഊരിക്കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ചും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബ്രഷ് ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. എന്നതിന് ശേഷം ഈ നീഡിൽ ബെയറിങ് വല്ല പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതിന് ശേഷം ഇതിൽ ഗ്രീസ് ഇടുക. ഗ്രീസ് ഇട്ടതിന് ശേഷം വീണ്ടും ഇത് ഈ ഗ്രൂവ് ഉണ്ട്, ഗ്രൂവിന് കറക്റ്റാക്കിയിട്ട് ഇതിനകത്ത് ഇടുക. എന്നതിന് ശേഷം വാഷർ ഇടുക. വാഷർ ഇട്ടിട്ട് ബ്രേക്ക് എൻഗേജ് ചെയ്യുക. ഇത് ഈ ക്ലിപ്പ് ഇടുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു.